ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഫസ്ബിർ അലാ മാ യഖൂലൂൻ വസബ്ബിഹ് ബിഹംദി റബ്ബിക് ഖബ്ല തുലൂഇ ശംസി വ ഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി ഫസബ്ബിഹ് വഅത്റാഫൻ നഹാരി ലഅല്ലക തർദാ എന്നാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ഉമ്മത്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം നശിപ്പിക്കില്ല. പൂർവ്വകാലത്തുള്ളവരെ പല വിശ്വാസികളെ ഇന്നിട്ട് പെറുക്കിയിട്ട് അല്ലാഹു ബാക്കിയുള്ളവരോട് ഒന്നടങ്കം എന്ത് ചെയ്തിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. പൂർവ്വകാലത്ത് വിശ്വാസികളോട് പറഞ്ഞ് രായിക്ക് രാമാനെ വിടാൻ, എന്നിട്ട് ബാക്കിയുള്ളവരെ ഒന്നായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുക ചെയ്തത്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, ഫഹൽ തറാ ലഹും മിൻ ബാഖിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് ചോദിച്ചില്ലേ. ഫസ്ബിർ, എന്താ ഫസ്ബിർ? അവിടെ ഒരു ഫാണ്ട്, പിന്നെ ഇസ്ബിർ. ഇസ്ബിർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനാണ്. ഫ അവിടെ ഈ ഫ അതിനാണ് ഫസീഹ എന്ന് പറയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുംഹിൽ വല തുഹ്മിൽ, വല തുഹ്മിൽ. എന്താ പോലെ വ്യത്യാസം? യുഹ്മിൽ. അള്ളാഹു യുംഹിൽ എന്ന് പറഞ്ഞാൽ എന്താ? സാവകാശം നൽകും, കാലം അവധി നീട്ടി കൊടുക്കുന്നതാണ്, കാലം നീട്ടിയിടും. പക്ഷെ അള്ളാഹു ലാ യുഹ്മിൽ. എന്താ ലാ യുഹ്മിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും പിന്നെ അശ്രദ്ധനാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല കാണാതിരിക്കില്ല. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യും? കണ്ടിട്ടും ശിക്ഷിക്കാതെ അവസരം നീട്ടിയിടും. അതാണ് അള്ളാഹിൻ്റെ തത്വം. അള്ളാഹു യുംഹിൽ ലാ യുഹ്മിൽ. യുംഹിൽ എന്ന് പറഞ്ഞാൽ മീം ഇവിടെ മുന്നിലാണ്, ഇവിടെ ആക്ക് ശേഷമാണ് മീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല യുംഹിൽ, എന്താ സാവകാശം നൽകും, നീട്ടിയിടും. പക്ഷെ വലാ യുഹ്മിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കാണാതിരിക്കില്ല, അശ്രദ്ധനാവില്ല. ഇതാണ് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നോക്കി, ശിക്ഷാർഹരായ ആളുകൾ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ കാണാതിരിക്കണില്ല, അള്ളാഹു കാണുന്നുണ്ട്. പക്ഷേ അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കണില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല യുംഹിൽ, അള്ളാഹു യുംഹിൽ, അവർക്ക് എന്ത് ചെയ്യണം? ആയുസ് നീട്ടിയിട്ട് കൊടുക്കുകയാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധനല്ല, ആയുസ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഇതനുസരിച്ച് ഈ ആളുകൾ എന്താ ചെയ്യണത്? ഞങ്ങൾ കളവാക്കിയിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇനിയും എന്ത് ചെയ്യാണ്? ആയുസ് തരികയാണ്. എന്താ വേണ്ടത്? അവർ നന്നാകുകയാണ് വേണ്ടത്. പക്ഷെ അവരെന്താ ചെയ്യണത്? കൂടുതൽ കളവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ശിക്ഷിക്കാതെ അവർക്ക് ആയുസ് നീട്ടിക്കൊടുത്തിട്ടും അവർ താങ്കളെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ ഇസ്ബിർ, താങ്കൾ ക്ഷമിക്കുക. അതാണ് ഇവിടെ ഈ ഫ എന്നാണ് ഫൗൽ ഫസീഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആശയത്തെ ഈ ഫ പ്രതിഫലിപ്പിക്കും, ഇഫ്സാഹ് ചെയ്യും. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാതെ അവർക്ക് ആയുസ് നീട്ടിയിട്ടിട്ട് നൽകിയിട്ടും അവർ അതിൽ എന്താ വേണ്ടത്? പരിഹാസികളായി കളവാക്കുന്നവരായി തുടരുമ്പോഴും ഇങ്ങനെ ആയുസുണ്ട്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യാൻ വേണ്ടത്? ഒന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അവർ ഉള്ള ഈ ശത്രുത അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ അവർ അങ്ങനെ തുടരുന്ന അവസ്ഥയായിട്ടുണ്ടെങ്കിൽ താങ്കൾ എന്ത് വേണ്ടതില്ല? അതിൽ അക്ഷമനാകാനോ അതേപോലെ തന്നെ അതിൽ പ്രയാസപ്പെടാനോ നിൽക്കേണ്ട. റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ അങ്ങനെ തന്നെ വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലകാന ലിസാമ വഅജലും മുസമ്മ. അവരെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തതുകൊണ്ടല്ല. പിന്നെയോ അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ ഒരു വചനം മുൻകടന്നിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസും പറഞ്ഞിട്ടുണ്ട്. അതില്ലായിരുന്നുവെങ്കിൽ ലകാന ലിസാമ, ശിക്ഷ നിർബന്ധമായിട്ട് അവർക്ക് ഭവിക്കും എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് എന്താണ് റസൂലുള്ളാഹി ചെയ്യേണ്ടത്? അവസ്ഥ ഇതാണ്. അള്ളാഹു അവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്നു. അവരുടെ ശത്രുതയും പരിഹാസവും കളവാക്കലൊക്കെ തുടരുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഇസ്ബിർ, താങ്കൾ ക്ഷമിക്കുക. അലമ യഖൂലൂൻ, അവർ പറയുന്ന വിഷയത്തിൽ, അവർ പറയുന്നതിൻ്റെ പേരിൽ താങ്കൾ സബർ, ക്ഷമ അവലംബിക്കുക, ക്ഷമിക്കുക. അവരെന്താ ഈ പറയുന്നത്? അവരെന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്? റസൂലുള്ളാഹി ക്ഷമിക്കാൻ മാത്രം. അവരെന്ത് പറയുന്നുണ്ട്? റസൂലുള്ളാഹിനെ കുറിച്ച് അവർ സാഹിർ എന്ന് പറയുന്നുണ്ട്. അവർ റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ത്? മജ്നൂൻ എന്ന് പറയുന്നുണ്ട്. അവർ റസൂലുള്ളാഹിനെ കുറിച്ച് ഷാഇർ, കവി എന്ന് പറയുന്നുണ്ട്. അവർ റസൂലുള്ളാഹിനെ കുറിച്ച് കാഹിൻ, ജ്യോത്സ്യൻ എന്ന് പറയുന്നുണ്ട്. അവർ റസൂലുള്ളാഹിനെ കുറിച്ച് മജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറയുന്നുണ്ട്.
കെദാബുൻ എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പറയുമ്പോൾ റസൂലുള്ള ആരാ? പിന്നെ നമ്മൾ സീറ വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ വിവാഹം അന്വേഷിക്കുന്നത്, ഖദീജ റളിയല്ലാഹു തആലയെ കല്യാണം കഴിക്കാൻ വേണ്ടി വിവാഹം അന്വേഷിക്കുന്നത് നുഫൈസ ബിൻത്ത് മുനിയ എന്ന് പറയുന്ന മഹദിയാണ്. അപ്പോൾ ഈ വിവാഹം അന്വേഷിക്കുന്ന ആ സമയത്ത് നുഫൈസ പറയുന്നത് 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കയിൽ അൽ അമീൻ എന്ന പേരല്ലാത്തൊരു പേരേ ഉണ്ടായിരുന്നില്ല എന്നാണ്. 25 വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം അന്വേഷിക്കുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഇടയിൽ ഒരു പിന്നെ വിവാഹ അന്വേഷണത്തിന് വർത്തിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സംസാരിച്ച് ഇത് ഉറപ്പിച്ചത് പിന്നെ അലൈഹിസ്സലാം നുഫൈസയാണ്. അപ്പോൾ നുഫൈസ പറയാണ് 25 വയസ്സ് കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് മക്കയിൽ അൽ അമീൻ എന്ന പേരില്ലാതെ ഒരു പേരേ ഇല്ല 25 വയസ്സിൽ. ഇതിപ്പോൾ 40 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനത്തെ വ്യക്തിത്വമാണ് ഇവിടെ മക്കയിൽ, അവിടെയാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫസ്ബിർ അലാ മാ യഖൂൽ. തയ്യബ്.